Hi dears, welcome to Aadish Creations. ഇന്ന് നമ്മൾ എഡ്രെ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഗ്രേ കളറിൽ എഡ്രെ ക്ലേ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ ക്ലേയുടെ കളർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കളറിലെയാണ്. അപ്പോൾ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ജ്വല്ലറി സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അക്രിലിക് കളേഴ്സ്, ഈ 2 കളേഴ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ക്ലേ ആണെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എഡ്രെ ക്ലേ നമ്മൾ 2 കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ ബബിൾസ് ഒന്നും ഉണ്ടാവാതെ നമുക്ക് ഈ ലോക്കറ്റൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചപ്പാത്തി സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അത് പരത്തി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു റൗണ്ട് മോൾഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ലോക്കറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മുടെ എഡ്ജസൊക്കെ നമുക്ക് കൈ കൊണ്ട് ഷേപ്പ് ചെയ്തൊന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തുനിന്ന് തന്നെ ചെറിയൊരു ബോൾ ചെയ്തെടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ബീഡ്സാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചെറിയൊരു ബീഡ്സ് ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കമ്പി യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് യൂപ്പിൻ ചെയ്തെടുക്കാം. യൂപ്പിൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബീഡ്സിലേക്ക് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ യൂപ്പിൻ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ അടുത്ത യൂപ്പിൻ യൂസ് ചെയ്തിട്ട് അതിനകത്തേക്ക് കയറ്റിയിട്ട് നമ്മുടെ ഈ ലോക്കറ്റിൻ്റെ താഴേക്ക് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മുകളിലൊരു ഐപ്പിനും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ, ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതുപോലെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഡിജസൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നമുക്ക് പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ചെയ്തെടുക്കുക. കമ്മലുകളും അതുപോലെ ബീഡ്സുകളും ഒക്കെ നമുക്ക് ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അത് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു യെല്ലോ കളറിലെ ആ ഒരു ലോക്കറ്റിലേക്ക് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ഫസ്റ്റ് കോട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 കോട്ട്സൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിലെ പെയിൻറ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ച് സ്റ്റെംസൊക്കെ അതിനകത്തൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നമുക്ക് കൊടുക്കാം. കുറേ സ്റ്റെംസ് നമുക്ക് ആ ഒരു ലോക്കറ്റിനകത്ത് നിന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്കൊരു 2 ടൈംസും കൂടെ നമുക്കിതിന് മുകളിൽ കൂടി തന്നെ ഒന്ന് വരച്ച് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രീൻ കളറ് കുറച്ചുകൂടെ നല്ല കട്ടിക്ക് നമുക്ക് കിട്ടും. ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, ഈ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് നമുക്ക് കുറച്ച് ലീഫൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ലീഫിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ലീഫും കൂടെ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. എന്നിട്ട് നമുക്ക് നമ്മുടെ കമ്മലിനും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് നിൽക്കുന്ന പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഇതുപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ നമുക്ക് ജസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതിന് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വാർണിഷ് ചെയ്ത് കൊടുക്കുക. താഴത്തെ ബീഡ്സിൽ നമുക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെ കൊടുക്കാം. ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഡെയിലി വിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഇത്. എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തിട്ടുള്ളൊരു മാലയാണ്. എൻ്റെ കമ്മൽ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിനും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.